ഹലോ മക്കളെ, ഭാഷാശാസ്ത്രത്തിലെ ഒരു പുതിയ കോൺസെപ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് സ്വനിമം? പറയും പാറയും ഉദാഹരണങ്ങളായിട്ട് നോക്കാം. ഇവ തമ്മിൽ രൂപപരമായിട്ട് എന്താണ് വ്യത്യാസം? ഒരൊറ്റ ദീർഘത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ അല്ലെ? അവിടെ അർത്ഥം തന്നെ മാറിയില്ലേ? ഹ്രസ്വകാരവും ദീർഘകാരവും അപ്പൊ അവിടെ സ്വനിമങ്ങളാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ എന്താ സ്വനിമം? അർത്ഥവ്യത്യാസത്തിന് കാരണമാകുന്ന സ്വനങ്ങളെയാണ് നമ്മൾ സ്വനിമങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ സ്വനിമം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതുപോലെ കുട്ടി കുട്ടി കോൺസെപ്റ്റ്സ് പെട്ടെന്ന് ക്ലിയർ ആക്കി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ഫോളോ ചെയ്തോളൂ. ഹലോ മക്കളെ, ഭാഷാശാസ്ത്രത്തിലെ ഒരു പുതിയ കോൺസെപ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് സ്വനിമം? പറയും പാറ